ഹലോ, എന്നൊരു ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഓയിൽ ഒഴിച്ചിട്ട് ഗാർലിക് ഒന്ന് വഴറ്റിയിട്ട് അതിൽ സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ് പോർഷനും ബീൻസും ക്യാരറ്റും ഒക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം പിന്നെ സ്പ്രിംഗ് ഓനിയനും സെല്ലറിയും കൂടി ആഡ് ചെയ്തു. പിന്നെ എൻ്റെ കയ്യിൽ സ്വീറ്റ് കോൺ ഉള്ളത് കാരണം ഞാൻ സ്വീറ്റ് കോൺ ആഡ് ചെയ്തു. പിന്നെ നമ്മൾ ഇതിലോട്ട് സ്ക്രാമ്പിൾ ചെയ്ത എഗ്ഗും പെപ്പറും സാൾട്ടും വിനിഗറും സോയ സോസും ഒക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇതിലോട്ട് ആഡ് ചെയ്യുകയാണ്. ഇനി അത് മുന്നേ വേവിച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാണ് കേട്ടോ. അങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. എന്നിട്ട് നമ്മളത് റൈസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കിയ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കണ്ടു നോക്കണേ. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസും ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.